നമ്മൾ ഈ പാട്ടിൽ പഠിക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പം റിഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, ഓക്സിഡേഷൻ എന്താണെന്ന് പഠിച്ചു, ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പറ്റി പഠിച്ചു, റെഡ്യൂസിങ് ഏജൻറ്റിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ. യു ആർ ഫെമിലിയർ വിത്ത് ദ വാലൻസി ഓഫ് എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ വാലൻസി നമുക്കറിയാമല്ലോ. വാലൻസ് ഇലക്ട്രോൺ അല്ല, വാലൻസി. അതായത് ലൂസ് ചെയ്യുന്ന ഇലക്ട്രോണോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോണോ, അതാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ എലമെൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, വാലൻസി. അപ്പോൾ സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആണ്. അപ്പം എത്ര ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തും? ഒരു ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തും, അതാണ് അതിൻ്റെ വാലൻസി. പൊട്ടാസ്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ 2881 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ വാലൻസി 1 ആണ്. ഫ്ലൂറിൻ്റെ കേസ് എടുക്കുമ്പോൾ 27 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണ്. അപ്പോൾ എന്തുമായാലും അത് 7 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തില്ല, ഒരെണ്ണം എവിടെന്നെങ്കിലും ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ വാലൻസി എത്ര? 1 ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ താഴോട്ട് നോക്കുക. കാരണം വാലൻസി എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് വാലൻസി. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗസ് വെദർ ആൻ എലമെൻറ്റ് ലൂസസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഫ്രം ഇറ്റ്സ് വാലൻസി. ഈ വാലൻസിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ലേ എലമെൻറ്റ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണോ ഗെയിൻ ചെയ്യുകയാണോ എന്ന് നമുക്കറിയാൻ സാധിക്കും വാലൻസി എന്നല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഇറ്റ്. വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ലോസ്റ്റ് എ പോസിറ്റീവ് അയോൺ ഈസ് ഫോംഡ്. നമുക്കതറിയാം, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. ആൻഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ഗെയിൻഡ്, സ്വീകരിക്കുകയാണെങ്കിൽ എ നെഗറ്റീവ് അയോൺ ഈസ് ഫോംഡ് അല്ലേ, നെഗറ്റീവ് അയോണായിട്ട് മാറുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് അയോണായിട്ട് മാറുന്നു. ഇനി നോക്ക്, ഇഫ് ഓൾ ദ കെമിക്കൽ ബോൺസ് ഇൻ എ കോമ്പൗണ്ട് ആർ കൺസിഡേർഡ് ടു ബി അയോണിക്, ദി ചാർജസ് ഫോംഡ് ഓൺ ഈച്ച് ആറ്റം ഈസ് കൺസിഡേർഡ് ആസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് അതിൻ്റെ ജസ്റ്റ് മലയാളം ഞാൻ പറഞ്ഞു തരാം. ഒരു സംയുക്തത്തിലെ എല്ലാ രാസബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിനും രൂപം കൊള്ളുന്ന ചാർജിനെ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ മലയാളം വരുന്നത്. വേറൊന്നുമല്ല, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് നമുക്കറിയാം, കെമിക്കൽ ബോണ്ട് വഴിയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഇത് അയോണിക് ആണെങ്കിൽ, അയോണിക്കും കോവാലൻ ബോണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തോ അയോണിക് എന്ന് പറയുന്നില്ല. ഇത് അയോണിക് ആണെങ്കിൽ അതിനകത്ത് ആറ്റങ്ങൾക്ക് വരുന്ന ചാർജ്, അതാണ് എൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത്. എത്രയാണോ ഇലക്ട്രോണിനെയാണോ വിട്ടുകൊടുക്കുന്നത് അത്രയും പോസിറ്റീവ് ചാർജ് വരും, എത്ര ഇലക്ട്രോണിനെയാണോ ഗെയിൻ ചെയ്യുന്നത് അത്രയും നെഗറ്റീവ് ചാർജ് വരും. അതുതന്നെയാണ് എൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. സോഡിയം ക്ലോറൈഡ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് സോഡിയം അയോൺ ആൻഡ് ക്ലോറിൻ അയോൺ. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സോഡിയത്തിൻ്റെ അയോണും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറിൻ്റെ അയോണും ഉണ്ട്. സോഡിയം പോസിറ്റീവ് അയോണാണ്, അതുപോലെ തന്നെ ക്ലോറിൻ നെഗറ്റീവ് അയോണാണ്. അതായത് കെമിക്കൽ ബോണ്ട് കഴിഞ്ഞതിന് ശേഷമെന്ന് നമുക്കറിയാം. ഇൻ അയോണിക് കോമ്പൗണ്ടിൽ, ഇങ്ങനെയുള്ള അയോണിക് കോമ്പൗണ്ടിൽ ചാർജസ് ഓഫ് ഈച്ച് അയോൺ ആർ ദി ഓക്സിഡേഷൻ നമ്പർ. അതിൻ്റെ ആ ഒരു ചാർജാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം സോഡിയം ക്ലോറിനൂടെ ചേരുമ്പോഴത്തേക്ക് സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് +1 ആയിട്ട് മാറുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് -1 ആകുന്നു. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1ഉം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -1ഉം. പിടി കിട്ടിയല്ലോ ഇപ്പം ഓക്സിഡേഷൻ നമ്പർ എന്താ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന്. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം ഈസ് +2 and that of oxygen is -2 in magnesium oxide. What do you understand from this? അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2ഉം അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന സമയത്ത് മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയും ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ +2ഉം -2 ആയത്. ഇതെന്തല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2ഉം അതുപോലെ തന്നെ ഓക്സിജൻ്റെ വാലൻസി 2 ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് കോവാലൻ കോമ്പൗണ്ടിൻ്റെ കാര്യമാണ്. കോവാലൻ കോമ്പൗണ്ട് നമ്മൾ ഇത്രയും നേരം അയോണിക് കോമ്പൗണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്.
ഇനി കോവാലന്റ് കോമ്പൗണ്ട് ആർ ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അയോണിക് കോമ്പൗണ്ടിൽ അങ്ങനെയല്ല, ഇലക്ട്രോണിനെ ഫുള്ളി അങ്ങ് വിട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വിട്ടുകൊടുക്കുന്നത് എത്രയാണോ അതാണല്ലോ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ സ്വീകരിക്കുന്നത്, അതാണല്ലോ അതിൻ്റെ വയലൻസി എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഏതാണോ എലമെൻ്റ് ആണോ അത് സ്വീകരിക്കുന്നത് അതിൻ്റെ എത്ര ഇലക്ട്രോൺ ആണോ സ്വീകരിക്കുന്നത് അതാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്ക് അയോണിക് കോമ്പൗണ്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കോവാലന്റ് കോമ്പൗണ്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ ഷെയറിംഗ് ആണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് വരുന്നത്, ഫുള്ളി അങ്ങ് വിട്ടുകൊടുക്കുകയല്ല അല്ലെങ്കിൽ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇൻ സച്ച് കോമ്പൗണ്ട്സ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് അസൈൻഡ് assuming that the shared electrons are shifted to the more electronegative elements. അപ്പം നമുക്ക് അങ്ങനെയുള്ളതിനകത്ത് പറയാൻ പറ്റും ആർക്കാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് അങ്ങോട്ട് അതിനെ ഷിഫ്റ്റ് ആകുന്ന അട്രാക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ എ കോവാലന്റ് കോമ്പൗണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ദ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ഫ്ലൂറിൻ അട്രാക്ട് ദ ഇലക്ട്രോൺ പെയർ ആൻഡ് അറ്റൈൻ -1 ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏതാണോ കൂടുതലുള്ളത് അത് അട്രാക്റ്റ് ചെയ്യും അല്ലേ, മറ്റേ ഇതിൻ്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അത് നമ്മൾ ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താലും പിന്നീട് എന്ത് സംഭവിക്കും, ഈ തന്നിലോട്ട് അടുപ്പിക്കാൻ നോക്കും. ഇലക്ട്രോൺ ആർക്കാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് അവർ മറ്റേയാളുടെ ഇലക്ട്രോണിനെ അടുപ്പിക്കാൻ നോക്കും. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ അടുപ്പിക്കാൻ ശ്രമിക്കും. ഫ്ലൂറിന് -1 ഓക്സിഡേഷൻ നമ്പർ ആവുകയും ചെയ്യും. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിൽ ഹൈഡ്രജനും ഫ്ലൂറിനും സിംഗിൾ ബോണ്ടാണ് അല്ലേ, കാരണം ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്, അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 7 ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെത് അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഒരു പെയർ ഇലക്ട്രോണിനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രോണിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ഫ്ലൂറിൻ അട്രാക്ട് ചെയ്ത് -1ഉം അതുപോലെ തന്നെ ഹൈഡ്രജന് നഷ്ടപ്പെടുന്ന രീതിയിലും എത്തുന്നത്. അങ്ങനെ ഹൈഡ്രജൻ +1ഉം എത്തുന്നത്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സിംഗിൾ പെയറാണ് അവിടെ വരുന്നത്. ഇവിടെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ ഇലക്ട്രോണിനെ ഫുള്ളി നഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇത് കോവാലന്റ് കോമ്പൗണ്ടാണല്ലേ, അയോണിക് കോമ്പൗണ്ടിലാണ് നഷ്ടപ്പെടുകയും ഗെയിൻ ചെയ്യുന്നത്. ഇവിടെ ഉള്ളി അട്രാക്ഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് മറ്റേ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും, അപ്പോൾ അതും മൈനസ് ചാർജ് ആവും. അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളതിന് പ്ലസ് ചാർജും കിട്ടും. അത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ളി അട്രാക്ഷനേ നടക്കുന്നുള്ളൂ. ഇവിടെ ഒരിക്കലും വിട്ടുകൊടുക്കലോ ഗെയിൻ ചെയ്യലോ ഇവിടെ നടക്കുന്നില്ല. നെക്സ്റ്റ് ആ ബോക്സിൽ കിടക്കുന്നത് നോക്ക്. ദ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 0. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ തുക കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതുകൊണ്ടത് +1 ആയിട്ട് മാറുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, അതുകൊണ്ടത് -1 മാറുന്നു അല്ലേ. +1ഉം -1ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, 0 അല്ലേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അതായത് വലുതിനും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 1ൽ നിന്ന് വന്നു പോയാൽ എന്താണ് 0 അല്ലേ. പിടി കിട്ടിയല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന്, ദ സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 0. ഇനി എന്നുവെച്ചാൽ വിട്ടുകൊടുക്കുന്നതും സ്വീകരിക്കുന്നതും തുല്യമായിരിക്കുമല്ലോ. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ മറ്റേ എലമെൻറ്റ് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ 3 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ എന്താ സംഭവിക്കും, വിട്ടുകൊടുക്കുന്നത് +3 ആവും, സ്വീകരിക്കുന്നത് -3 ആവും. രണ്ടും കൂടെ എന്താ സംഭവിക്കും, ക്യാൻസലായി പോവും. ഇൻ എലമെൻറ്റ് മോളിക്യൂൾസ് ഇലക്ട്രോൺസ് ആർ ഈക്വലി ഷെയർഡ് ബൈ ദ ആറ്റംസ്. സോ അറ്റ് elemental state the oxidation number is considered to be 0. ഒരു എലമെൻറ്റ് മോളിക്യൂളിലും ഇലക്ട്രോൺസ് ആർ ഈക്വലി ഷെയർഡ് ബൈ ദി ആറ്റംസ് ഇലക്ട്രോണുകളെ ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ അറ്റ് എലമെൻ്റൽ സ്റ്റേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് കൺസിഡേർഡ് ടു ബി 0. അപ്പോൾ എലമെൻ്റൽ സ്റ്റേറ്റിലും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് അതിലെ കണക്കുകളുണ്ട്, അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇത്തിരി മനസ്സിലായില്ലെങ്കിലും അത് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയി കിട്ടും അത്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓക്സിഡേഷൻ നമ്പർ. നമുക്ക് എങ്ങനെയാണ് ഈ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്.
ദ കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സർട്ടൺ എലമെൻറ്റ്സ് ഇൻ ദെയർ കോമ്പൗണ്ട്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ 4.7. 4.7 ഓക്സിഡേഷൻ നമ്പർ സാധാരണ ഉള്ള ഓക്സിഡേഷൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് എലമെൻറ്റിൻ്റെ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് നോട്ട് നോൺ. അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ചില എലമെൻറ്റുകൾ ഇപ്പം നമുക്ക് എല്ലാ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് വയ്ക്കാൻ സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കറിയാൻ വയ്യാത്ത ഓക്സിഡേഷൻ നമ്പർ അറിയാൻ വയ്യാത്ത എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ 4.7 ടേബിളിലെ ഓക്സിഡേഷൻ നമ്പറും എലമെൻറ്റ്സിൻ്റെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കി വയ്ക്കുക. നോക്കാം നമുക്ക്. Let us examine table 4.7 and see how the oxidation number of nitrogen in HNO3 can be found out. HNO3 എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രിക് ആസിഡാണ് HNO3. HNO3യിലുള്ള നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. HNO3യിൽ ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും ഓരോ ആറ്റം വീതവും ഓക്സിജൻ്റെ 3 ആറ്റവും ഉണ്ട്. അപ്പം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ട് +1, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ട് -2. നിങ്ങൾക്ക് ഒരു എലമെൻറ്റ് തന്നാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചോണം, ശ്രദ്ധിച്ചിരുന്നോണം. ഞാൻ അതൊന്നും കൂടെ പറഞ്ഞു തരാൻ പോവാണ്. അപ്പം ഒരു കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നതിനായി ഒരു ആറ്റം നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നേടിയെടുത്ത ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ഓക്സിഡേഷൻ നമ്പർ. അതാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് എടുത്തപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി +1 ആയി, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ നേടിയെടുത്തു -1 ആയി. ഈ +1ഉം -1ഉമാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ ഓക്സിജൻ്റെ കേസ് എടുക്കുന്നു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ആയിരിക്കും സ്വീകരിക്കുന്നത് അല്ലേ, കാരണം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 6 ആണ്. അതുകൊണ്ട് അതിന് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ തയ്ക്കാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ അത് സ്വീകരിക്കുന്നു. 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അത് മൈനസ് ചാർജ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ -2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. പിടികിട്ടിയല്ലോ. അതുപോലെ ഫ്ലൂറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. കാരണം ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,7 ആണ്. അപ്പോൾ അതിന് എത്ര ഇലക്ട്രോൺ വേണം? ഒക്ടറ്റ് കോൺഫിഗറേഷൻ തയ്ക്കാൻ 1 ഇലക്ട്രോണിനെ വേണം. അതുകൊണ്ട് തന്നെ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് മൈനസ് ചാർജായി മാറും. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1. പിടികിട്ടിയല്ലോ. പിന്നെ കോവാലൻ കോമ്പൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അത് എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നോ അത്ര ഇലക്ട്രോണിനെ അത് ഏതാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് അത് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് ഈ 2 ഇലക്ട്രോണിനെ തന്നിലോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയതിന് -2ഉം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞതിന് +2 ആയിട്ട് മാറും. അപ്പോൾ മനസ്സിലായല്ലോ അതിനകത്ത് എങ്ങനെയാണ് ഈ ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. ഇത് നമ്മൾ വൃത്തിയായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസും ഒക്കെ പഠിച്ചതാണ്. പാർഷ്യലി നെഗറ്റീവ് പാർഷ്യലി പോസിറ്റീവ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. വി നോ ദാറ്റ് ദ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റം ഇൻ ദ മോളിക്യൂൾ ഈസ് 0. ഒരു മോളിക്യൂളുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. എല്ലാം കൂടെ കൂട്ടുന്നത് 0 ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ആ ടേബിളിലുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2 ആണ്, അതും ആ ടേബിളിലുണ്ട്. അല്ലെങ്കിൽ -2 എങ്ങനെയാണ് വരുന്നത്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അതിന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 2,6 ആണ്. അപ്പോൾ അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലിട്ട് ഇലക്ട്രോൺ തയ്ക്കാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. അത് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് മൈനസ് ചാർജായി മാറും. അപ്പം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -2 ആയി മാറും. കിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടിയതെന്ന്? HNO3യിൽ നൈട്രജൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈഡ്രജൻ്റെ +1 ഉണ്ട്, അത് തന്നിട്ടുണ്ട്. പ്ലസ് ഇതെല്ലാം കൂടെ കൂട്ടുമല്ല ചെയ്യുന്നത്, പ്ലസ്. ഇനി നൈട്രജൻ്റെ നമുക്കറിയത്തില്ല, അതിന് നമ്മൾ X എന്നെടുത്തു. X ഇപ്പോൾ ഇവിടെ 1 എന്നിട്ടേക്കുന്നത് എന്താണ്? നൈട്രജൻ്റെ ഒരാറ്റം, ഒറ്റ ആറ്റം ഉള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 1 എന്നിട്ടേക്കുന്നത്. 1 × X എന്നിട്ടേക്കുന്നത്. ഇനി പ്ലസ് കൂട്ടുവാണ്. ഇനി ഓക്സിജൻ്റെ എത്രയാണ്? അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. എത്ര ആറ്റം ഉണ്ട്? 3 ഉണ്ട് അല്ലേ. അപ്പം -2 × 3.
അപ്പോൾ ഇതിൻ്റെ എല്ലാം ടോട്ടൽ എത്ര വരുന്നത് 0 ആണ്. സമ്മ് 0 ആണ് നമുക്കറിയാം, =0. ഇനി എന്തോ വേണം? താഴത്തെ +1 താഴോട്ട് എഴുതി, പ്ലസ് എക്സും 1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എക്സാ കിട്ടുന്നതെന്നറിയാം. പ്ലസ് ഈ -6 വന്നത് ഈ 2, 3 കൂടി ഇൻറ്റു ചെയ്തിട്ട് മൈനസ് ഇടുക. നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വിരുദ്ധ ചിഹ്നങ്ങളാണ് ഇൻറ്റു, അതായത് പ്ലസും മൈനസും കൂടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ മൈനസാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. =0 വന്നു. ഇനി എന്താണ്? ഈ 1ഉം ഈ 6ഉം കൂടെ കൂട്ടാം. എക്സ് അവിടെ കിടക്കുമല്ലേ, അപ്പോൾ നമുക്കത് അവിടെ ഇട്ടിട്ട് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായി മാറും? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. വിരുദ്ധ ചിഹ്നമല്ലേ, അപ്പം 1ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 5 കിട്ടും. വലിയ ചിഹ്നം ഏതാണ്? 6 ആണ് വലുത്, അതുകൊണ്ട് തന്നെ മൈനസ് ആണ് കിടക്കുന്നത്. അപ്പോൾ -5 കിട്ടി അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എക്സിനെ അവിടെ നിർത്തിയിട്ട് ആ അക്കത്തെ നമ്മളിപ്പുറത്ത് 0 ഇടങ്ങൂ. 0 ഇഞ്ഞു കൊണ്ടുവരണം അല്ലേ. അത് ഈക്വലിന് ഇപ്പുറം വരുമ്പോൾ എന്തായി മാറും? അത് +ആയി മാറും അല്ലേ. അപ്പോൾ എക്സിനെ ഇവിടെ ഇട്ടിട്ട് ആ 5നെ നമ്മളിപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് -5 +5 ആയിട്ട് മാറും. അപ്പോൾ എക്സിൻ്റെ ആൻസർ എത്രയാണ്? +5. അപ്പോൾ അതിനകത്ത് നൈട്രജൻ്റെ HNO3 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +5 ആണ്. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മാത്സ് ഒക്കെ ഇതുപോലുള്ള ആൾജിബ്രയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ, 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റുകയൊക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് അറിയാവുന്നതായിരിക്കും. ഇതിനകത്ത് വേറെണ്ണം കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ HNO2 ആൻഡ് NO2. അപ്പം നമുക്ക് ആദ്യം HNO2 നോക്കാം. അതിനകത്ത് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ്റെ +1 ആണെന്ന് നമുക്കറിയാം, ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് എടുത്തെഴുതാം. ഇവിടെ ഞാനത് ചെയ്തിട്ടിട്ടുണ്ട്. HNO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3ഉം NO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4ഉമാണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് വേറൊരെണ്ണം തന്നിട്ടുണ്ട്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ പൊട്ടാസ്യം ഡൈ ക്രോമേറ്റ്. അപ്പം അതിനകത്ത് ക്രോമിയത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടാസ്യത്തിൻ്റെത് എത്രയാണ്? പൊട്ടാസ്യത്തിൻ്റെ ഇതിനകത്ത് തന്നിട്ടുണ്ട് +1 ആണ്. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്. അപ്പോൾ ക്രോമിയത്തിൻ്റെ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം അല്ലേ. പൊട്ടാസ്യത്തിൻ്റെ എങ്ങനെ നമ്മൾ +1 ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അതിന് ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2881 ആണ്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അതിനെ അങ്ങ് വിട്ടു കൊടുക്കും അല്ലേ. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും, +1 ചാർജ് ആവും അല്ലേ. അത് തന്നെയല്ലേ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. കിട്ടിയല്ലോ. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ 2 ആറ്റവും ക്രോമിൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 7 ആറ്റവുമാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ +1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ +1 × 2 എന്ന് പറഞ്ഞാൽ ആറ്റം, പ്ലസ് അടുത്തത് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ക്രോമിൻ നമ്മൾ എക്സ് ആണ് കൊടുത്തത്. അപ്പോൾ 2 ആറ്റമാണുള്ളത്. അപ്പോൾ 2 × x പ്ലസ് ഓക്സിജൻ്റെ -2 ആണെന്നറിയാം, 7 ആറ്റവും ഉണ്ട്. അപ്പോൾ -2 × 7 = 0. നെക്സ്റ്റ് ഈ 1 × 2 2 ആണ്, പ്ലസ് 2 × x 2x പ്ലസ് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 14 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കറിയാം പ്ലസ് മൈനസോട് ഇൻറ്റു ചെയ്യുമ്പോൾ ചിഹ്നം മൈനസാണ്. അപ്പം -14. ഇനി 2x, അപ്പോൾ ഈ 2നെ നമുക്ക് ഈ -14നെയും കൂടെ സം ചെയ്യാം. 2x അവിടെ കിടക്കട്ടെ. അപ്പോൾ 2 + -14 വലുതിന് ചെറുതെറിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. എന്ത് കിട്ടും? നമുക്ക് -12 കിട്ടും അല്ലേ. അപ്പോൾ 2x - 12. ഇനി 2xനെ ഇവിടെ നിർത്തിയിട്ട് 12നെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ +12 ആയി. എക്സിനെ ഇവിടെ നിർത്തിയിട്ട് 2നെ പിന്നെയും നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 2x ആകുമ്പോൾ ഇവിടെ ഇൻറ്റു ഫോമാണ്, 2 × x ആണ്. അപ്പോൾ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ മെത്തേഡാവും. അപ്പോൾ 12 / 2 വരുമ്പം +6 ആവും. ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +6 ആണ്. ഇനിയും നോക്കാൻ 2 എണ്ണം വർക്കൗട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ Cr2O3. അപ്പോൾ ക്രോമിയത്തിൻ്റെ 2 ആറ്റമുണ്ട്, ഓക്സിജൻ്റെ 3 ആറ്റമുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ക്രോമിയത്തിൻ്റെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ x ഇട്ട് കൊടുക്കുക. എത്ര ആറ്റമുണ്ട്? 2 ആറ്റമുണ്ട്. അപ്പോൾ x × 2 പ്ലസ് പിന്നെ ഓക്സിജൻ്റെയാണ്, ഓക്സിജൻ്റെത് -2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ -2 × 3 ആറ്റമുണ്ട് 3 = 0.
എക്സ് ഇൻറ്റു 2 2x ആണ്, പ്ലസ് -2 ഇൻറ്റു 3 -6 ആണ്, -6 ഇടുക, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു +6 കിട്ടും. കാരണം 6നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ 2x ആയിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ 2x ആയിട്ട് അവിടെ നിന്നോട്ടെ. അപ്പോൾ 6നെ നമുക്ക് ഇനി 0യുടെ അവിടെ കൊണ്ടുവരാം. അപ്പോൾ 0യുടെ അവിടെ കൊണ്ടുപോകാം, +6 കിട്ടും. 2x ഈസ് ഈക്വൽ ടു +6 കിട്ടും. ഇനി എന്താണ്, ഇനി നമുക്ക് എക്സിനെ അവിടെ നിർത്തിയിട്ട് 2നെ ഇങ്ങ് 6ൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഫോമാണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ഫോമായി മാറും. അപ്പോൾ +6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +3 കിട്ടും. ഇവിടെ കിട്ടിയല്ലോ അത്. ഇനി അടുത്തൊരെണ്ണം നോക്ക്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ്റെ -2 ആണ്, പൊട്ടാസ്യത്തിൻ്റെ +1 ആണ്. അപ്പോൾ ആദ്യത്തേത് നോക്ക്. ആദ്യത്തേനകത്ത് എക്കകത്ത് മാംഗനീസും ഓക്സിജനും ആണുള്ളത്. മാംഗനീസിൻ്റെ ഒരു ആറ്റവും ഓക്സിജൻ്റെ 2 ആറ്റവും ഉണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യമേ മാംഗനീസിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് എക്സ് എന്ന് എടുക്കാം. നമുക്ക് ഒരൊറ്റ ആറ്റമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എക്സ് എന്ന് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 × x എന്ന് ഇട്ടാലും മതി. അപ്പോൾ എക്സ് പ്ലസ് ഓക്സിജൻ്റെത് -2 ആണ്, 2 ആറ്റം ഉണ്ട്. -2 × 2 ഈസ് ഈക്വൽ ടു 0. എക്സ് നെക്സ്റ്റ് വരുന്നത് എക്സ് പ്ലസ് 2 × 2 4. അപ്പോൾ എക്സ് പ്ലസ് -4 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് 4നെ ഇങ്ങ് 0യുടെ അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു +4 ആവും. ഇതുപോലെ അടുത്തത് 2 ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വരുന്നത് മാംഗനീസിൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 7 ആറ്റവുമാണ്. അപ്പോൾ അതിനകത്ത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് വരുന്നത് പൊട്ടാസ്യം, മാംഗനീസ്, ഓക്സിജൻ. പൊട്ടാസ്യത്തിൻ്റെ ഒരാറ്റം, മാംഗനീസിൻ്റെ ഒരാറ്റം, ഓക്സിജൻ്റെ 4 ആറ്റം. അപ്പോൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. അത് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്.